സഹായിക്കുന്നു. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കാം. അവാച്യമായ നെടുവീർപ്പുകളിലൂടെ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. അതായത് ആത്മാവ് തന്നെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി, അഗസ്റ്റിൻ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അന്തോണീസ് പുണ്യാളൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ചുരുളടിച്ചു തരുന്ന പ്രാർത്ഥനയുടെ രഹസ്യം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം നമുക്ക് ലഭിക്കും. പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്